ഹായ് ഇന്ന് സൺഡേ എടുത്ത് വെച്ച വീഡിയോസാണ് ഇതൊക്കെ. ഒരു ഡേ ഫുള്ള് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച് ഫുൾ സെറ്റ് ആക്കിയിട്ട് എടുത്ത ഒരു വീഡിയോ ആയിരുന്നു. അന്ന് രാത്രി തന്നെ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു, എന്നെ തോന്നി പോസ്റ്റ് ചെയ്യണ്ടെന്ന്. അത് അന്നാണ് പോസ്റ്റ് ചെയ്യാനായത്. മെയിൻ കാരണം വേറെ ഒന്നുമല്ല, മടിയാണ്. പക്ഷെ എന്നാലും കുറച്ച് ബിസി ആയിപ്പോയി. നിങ്ങൾക്ക് സൗണ്ടിൻ്റെ അകത്ത് കുറച്ച് ഇങ്ങനെ ഷൂ പറഞ്ഞിട്ടുള്ള സൗണ്ടുകളൊക്കെ കേൾക്കാം. അത് പുറത്ത് നല്ല മഴയാണ്. പറഞ്ഞു വരുന്നത് 1500+ സബ്സ്ക്രൈബേഴ്സിന് വെൽക്കം ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഒരു ചെറിയ ഫാമിലിയാണ്. ഇപ്പം എല്ലാവർക്കും താങ്ക് യു. യൂട്യൂബ് തുടങ്ങിയ സമയം മുതൽ കുറച്ച് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ച് സൗണ്ട്ലെസ് ആയിട്ടുള്ള വീഡിയോസ്, അങ്ങനെ ASMR പോലത്തെ വീഡിയോസ് ഞാൻ കുറേ പോസ്റ്റ് ചെയ്തത്. പക്ഷെ എനിക്ക് പിന്നെ അത് കാണുമ്പോൾ അത് ഇഷ്ടമില്ലാണ്ടായി. സോ ഞാനത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞാൻ അന്നന്ന് ചെയ്യാനുള്ള ടു ഡു കാര്യങ്ങൾ എഴുതലുണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്കാണ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റീവായിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്തൊരു സൺഡേ ആയിരുന്നു ഈ സൺഡേ. അപ്പോൾ എന്തായാലും ചെയ്യാണല്ലോ, അപ്പോൾ എന്തായാലും വീഡിയോയും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ വ്ളോഗ് ആക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് അന്ന് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഇങ്ങനെ ആവുന്നു ഇന്നായിരിക്കും പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ലേനു. ഞാൻ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് ഞാൻ ഇന്നലെ ഇങ്ങനെ വിചാരിച്ചെന്ന് ഫുള്ള് ക്ലീനിങ് ഒക്കെ ചെയ്യാം. കാരണം ഇന്നലെ എൻ്റെ ഓർഗനൈസിങ്ങിന്റെ ബോക്സിൻ്റെ അകത്ത് ഒരു പച്ച കളറുള്ള പെന്ന് ലീക്കായി ഫുൾ പച്ച കളറായി. ഇതൊക്കെ ക്ലീൻ ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചു ഇന്ന് ഫുള്ള് റൂം വൃത്തിയാക്കാം. സ്റ്റിക്കേഴ്സ് ഇല്ലേ, പ്രിന്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ആദ്യം നിങ്ങൾ പിൻട്രസ്റ്റ് പോവുക, അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ട സ്റ്റിക്കേഴ്സ് ഡൗൺലോഡ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ അത് കിട്ടും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും പ്രിന്റ് എടുക്കുന്ന ഷോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിന്റ് മാത്രം എടുക്കുന്ന സ്ഥലത്തോ പോയിട്ട് പ്രിന്റ് എടുക്കാം. ചിലയിടത്തിൽ 8 ഉറുപ്പ്യക്കും കളർ പ്രിന്റിന്, ചിലയിടത്തിൽ 10. അത് നിങ്ങൾ കുറേ പ്രിന്റ് എടുക്കുന്ന സമയത്ത് കുറച്ച് പൈസ കുറച്ച് തരും. ചിലപ്പോൾ 9 ഉറുപ്പ്യാക്കി തരും എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ ഒരു കമന്റ് അത് വന്നിരുന്നു. പക്ഷേ എന്താ പറയുക, ഞാൻ കുറേ പ്രിന്റ് ഈ അടുത്ത കാലത്ത് തന്നെ എടുത്തുപോയി. അപ്പോൾ ഈ അടുത്തൊന്നും എനിക്ക് എടുക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു. എപ്പോഴെങ്കിലും അഥവാ എടുക്കുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം. ആ ഡൗൺലോഡ് ചെയ്ത സാധനം ഓരോ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രിന്റ് എടുത്ത് തന്നോളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണത്. പിന്നെ സ്റ്റിക്കേഴ്സ് ആക്കിയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റിക്കർ പ്രിന്റ് തന്നെ എടുക്കണം. അല്ലാണ്ട് കളർ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗമ്മ് തേച്ചിട്ട് അത് ഒട്ടിച്ചാൽ മതി. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യല്. ശരിക്കും ചിലയിടത്തിൽ അത് 70 രൂപ അങ്ങനെയൊക്കെയാണ് സ്റ്റിക്കർ പ്രിന്റിന് വരിക. ഇതിലൊക്കെ എന്തുകൊണ്ടും ലാഭം മറ്റേതാ. പക്ഷെ കുറച്ച് ക്ലിയർ ഉണ്ടാവുക സ്റ്റിക്കർ പ്രിന്റിനായിരിക്കും. നല്ല മഴയും കാറ്റൊക്കെ അല്ലേ ഗൈസ്, എല്ലായിടത്തിലും മഴയാണെന്ന് വിചാരിക്കുന്നത്. ഞാനൊരു കോഫി പേഴ്സൺ അല്ല കേട്ടോ, പക്ഷേ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇത് വരും, കോഫി. ഇത് എൻ്റെ കുറച്ച് മുന്നേ വാങ്ങിയൊരു നെയിൽ പോളിഷാണ്. ഞാൻ ആദ്യവും സ്റ്റുഡിയോന്ന് തന്നെയാണ് നെയിൽ പോളിഷൊക്കെ വാങ്ങല്. കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി ഉള്ള മാതിരി തോന്നി. ഈ ഒരു നെയിൽ പോളിഷ് തൊടുമ്പോൾ ഭയങ്കര റഫായിരിക്കും, പക്ഷേ കാണുമ്പോൾ ഒരു ഗിൽറ്റ് പോലെ ആയിരിക്കും. അത് ഇടുമ്പോഴും അങ്ങനത്തെ ഒരു ഫീൽ, ഒരു പൂയി പോലത്തെ. അപ്പം ഞാൻ ഇതിന് എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ഇട്ടിക്കണ്. കാരണം അത് നല്ലൊരു രസമാണ് ഇട്ടാൽ. പിന്നെ ക്രേവിങ്സ് വരലുണ്ടോ? എനിക്ക് വരലുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ സാധനമാണ് ഈ മോമോസ്. പിന്നെ എനിക്ക് എന്താ അറിയാം, എനിക്ക് മോമോസ് എന്തോ ഇഷ്ടമാണ്. പിന്നെ നടുക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ റൂം അടിച്ചു ഫുൾ തുടക്കൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഈ ജേർണലിങ് ചെയ്തത്. ഇത് എത്രയോ മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു സൺഡേ അന്ന് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ കഴിഞ്ഞ സൺഡേ വീക്ക്ലി ബിങ്കോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീക്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തെന്നുള്ളത് ബിങ്കോ പോലെ കട്ട് ചെയ്തെടുക്കാം. എന്തൊക്കെ കാര്യം ചെയ്ത് പറഞ്ഞുതരാം. ഞാനൊന്ന് പുറത്ത് പോയി, റെക്കോർഡഡ് എ മെമ്മറി, ലിസൺ ടു മ്യൂസിക്, ഫെൽറ്റ് ലൗഡ്, എക്സ്പീരിയൻസ് സംതിങ് ന്യൂ, ഫെൽറ്റ് ഇൻസ്പയർഡ്, എൻജോയ്ഡ് എ ഹോബി, 1150 സബ്സ്ക്രൈബേഴ്സ് ആയി, കുക്ക്ഡ് എ മീൽ, കേൾഡ് അപ്പ് വിത്ത് എ ന്യൂ ബുക്ക്, അപ്ലോഡഡ് 2 വ്ളോഗ്സ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഞാൻ ഖദീജ പറഞ്ഞിട്ടുള്ള ആ ബുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം വിചാരിച്ചിട്ട് വായിക്കൽ തന്നെയാണ്. പക്ഷെ ഇതുവരെ തീർന്നില്ല. ഒരു ദിവസം കുറെ വായിച്ചെങ്കിലും പിന്നെ ഞാനത് തൊട്ടില്ല. പിന്നിപ്പോൾ അതൊന്നും കൂടി സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം, ഈ ഒരു റാക്കിന്റെ റൂമിലുള്ളതായിരുന്നു. പിന്നെ ഞാനത് ഒഴിവാക്കി റൂമിലെ റാക്കിന്റെ മേലേക്ക് എടുത്ത് വെച്ച് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചതിനും. പിന്നെ എനിക്ക് ഇതൊന്നും വെക്കാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ റീഫിക്സ് ചെയ്തു. പിന്നെ എൻ്റെ ജ്വല്ലറി മാത്രം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് വാങ്ങണമെന്ന് കുറച്ചായി വിചാരിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് 100 കുറവുള്ള ഒരു ബോക്സ് കണ്ടപ്പോൾ വാങ്ങി. ജെന്യൂൻ റിവ്യൂ പറഞ്ഞ സാധനം അടിപൊളിയാണ്. ഇത് ഫുൾ അറേഞ്ച് ചെയ്തതിന് ശേഷം ഒന്ന് കമത്തി നോക്കിയ സമയത്ത് ഇത് ഫുൾ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഒന്നിലേക്ക് ചാടി പോകുന്നില്ല. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാനും അല്ലാണ്ടൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ആണെങ്കിൽ അതിൻ്റെ അകത്തൊരു വലിയ കമ്മലുള്ളതുകൊണ്ട് അത് അതിൻ്റെ അകത്ത് കൊള്ളുന്നുമില്ല. പിന്നെ ലാസ്റ്റ് അതിനെ എങ്ങനെയൊക്കെ അതിൽ കൊള്ളിച്ചിട്ട് പിന്നെയാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. എനിക്ക് ഒരു മെമ്മറി ബോക്സ് വേണം. എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു ബോക്സിലേക്ക് ആക്കണം. മീൻസ് അത് എനിക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ബോക്സ് തന്നെ വേണം താനും. ഇതിൻ്റെ ഒരു ബോക്സ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒന്ന് തോന്നി. അപ്പം ഞാൻ അത് വെച്ചിട്ട് അതിനൊരു മെമ്മറി ബോക്സ് ആക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും അതിൻ്റെതായ ഔട്ട്പുട്ട് കിട്ടുന്ന. ഞാൻ ഇതിന് അത്രയ്ക്കും എടുത്തുക്കോ വെച്ചാൽ ഇല്ലെങ്കിലും പക്ഷെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിരിക്കുന്നു. ആദ്യം വിചാരിച്ചത് ഈ ബോക്സ് ഫുള്ള് ബ്ലാക്ക് വെച്ചിട്ട് കവർ ചെയ്തിട്ടൊക്കെ സെറ്റ് ആക്കാമെന്ന്. പിന്നെ വിചാരിച്ചതൊരു എന്താ പറയുക, അൺബോക്സ് പോലെയാണ്, അല്ലാണ്ട് ശരിക്കും ലെറ്റേഴ്സും അങ്ങനത്തെ കാര്യങ്ങൾ വെക്കാനുള്ളതല്ല.
അപ്പം ഞാൻ വിചാരിച്ചു ചെറിയ ബോക്സ് വെച്ചിട്ട് അതിനുള്ള മെമ്മറി ബോക്സും ഇതിൻ്റെ അകത്ത് സാധനങ്ങൾ വെക്കാനുള്ളതും ആക്കാം. ഓരേ അത് ലെറ്റർ ബോക്സ് കേട്ടോ, ഇത് മെമ്മറി ബോക്സും. അങ്ങനെ ഇത് കുറച്ച് പണി എടുത്തിട്ടാണെങ്കിലും ഇതൊരു ബോക്സ് പോലെ തന്നെ ആയി വന്ന്, ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയി വന്ന്. ഞാൻ അതിൻ്റെ അകത്തേക്ക് ഓരോന്നും എടുത്ത് വെച്ചുകൊടുത്ത്. ഈ കേസുകളൊക്കെ ഞാൻ കുറച്ച് മുന്നേ വാങ്ങിയതാണ്. ആദ്യം അത് വെക്കാന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു അത് വെക്കണ്ട, അത് വെച്ചാൽ തന്നെ പകുതി മുക്കാൽ സ്ഥലവും പോകും. ബാക്കി ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും വെച്ചുകൊടുത്ത്. എൻ്റെ കയ്യിൽ പണ്ടിട്ടോ കുറേ കിൻഡർ ജോയിൻ്റെ അകത്തുള്ള കുറേ ടോയിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. വീട്ടിൻ്റെ മുറ്റത്ത് ഞങ്ങളൊരു പോണ്ട് കുഴിച്ചിട്ട് അതിൻ്റെ ചുറ്റിലും ഈ ആനിമൽസിനൊക്കെ വെച്ച് ഫുൾ സെറ്റ് ആക്കിനും. അതൊരു കാലം, അത് മണ്ണിൻ്റെ അകത്ത് കിടന്ന് അതൊക്കെ പോയി. ഇത് ഞാൻ NSSലെ കിച്ചൺ ഡ്യൂട്ടിക്ക് കയറിയ സമയത്ത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ക്യാപ്പിനും അന്ന് ഞാൻ എടുത്ത് വെച്ച് അത് വീട്ടിലേക്ക് കൊണ്ടുവന്നിനും. അപ്പം ഞാനത് ഇപ്പം നോക്കിയപ്പം അത് കിട്ടി. അപ്പം ഞാൻ അതും വെച്ചിക്കണം അതിൻ്റെ അകത്ത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ മുത്തും അതിന് കൊളുത്താനുള്ള ആ ഒരു ഇതും വെച്ചുകൊടുക്കുന്നത്. പിന്നെ അത് സെറ്റാക്കി കഴിഞ്ഞിട്ട് അതിന് ഫുള്ളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സ്റ്റിക്കേഴ്സും ആൽഫബറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഓവറാക്കിയിട്ട് തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമായി നല്ലോണം. ഒരു ബോക്സ് വെച്ചിട്ട് ഞാനിത് ചെയ്യുന്നൊന്നും ഞാൻ വിചാരിച്ചില്ലേനും. ഇതിന് മുന്നേ കുറെ കൊറിയർ വന്ന ബോക്സ് ഞാൻ ഫുൾ വേസ്റ്റിലേക്ക് ഇട്ടതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റി ഇങ്ങനെയൊക്കെ ആയപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. എനിക്കൊരു ഷോപ്പ് ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ. അപ്പം ഞങ്ങൾ അവിടേക്ക് പോയി. ഇവിടുന്ന് ഒരു ടോപ്പ് ചെറുങ്ങനെ ഷേപ്പ് ആക്കാനും ഒന്ന് സെറ്റ് ആക്കാനും ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് പിന്നെ അത് കഴിഞ്ഞ് ഈ ഡെസ്കൊക്കെ ഒന്ന് തിരിച്ചിട്ട് കുറച്ച് വെളിച്ചത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിടാമെന്ന് വിചാരിച്ചു. ഇനി ജേണൽസ് ഒക്കെ കണ്ടല്ലോ അല്ലേ, നമുക്ക് ഇങ്ങനെ കുറേ ജേണൽ വേണം. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ വിചാരിക്കും ഒരു 10 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസിക്കില്ലേ. ഒക്കെ ശരിയാവും. പിന്നെ കുറച്ച് നേരം കൂടെ ഖദീജ വായിച്ച്, ഖദീജ എന്നിട്ടും തീർന്നിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ഐസ്ഡ് കോഫിയും കൂടെ ഉണ്ടാക്കി. അതിന്റെ കൂടെ തന്നെ ഞാനൊരു 2 ബുക്കും കൂടെ വാങ്ങിയിട്ടുണ്ട്. മാർക്ക് മാൻസന്റെ ബുക്കാണ്. അങ്ങനെ ആ കോഫിയും കുറച്ചു നേരം ആ ബുക്കും വായിച്ച് ഫസ്റ്റ് കുറച്ച് കൺഫ്യൂസ്ഡ് ആയി ഏത് ബുക്കാ ഫസ്റ്റ്. പിന്നെ ആ ബ്ലൂ കളർ വായിച്ചു തുടങ്ങി. ആ മഴയും ഐസ്ഡ് കോഫിയും എന്താ ചേർച്ച. തണുപ്പുള്ള സമയത്ത് തണുത്ത സാധനങ്ങൾ തിന്നുന്ന തന്നെ വേറെ തന്നെ ഒരു വൈബാണ് അല്ലേ. പക്ഷെ അന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് വലിയ മഴയൊന്നും ഇല്ലേനും എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ ഇതിനെ വീഡിയോ എടുത്തിട്ട് മതിയാവുന്നില്ല. ചോക്ലേറ്റ് ക്രഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള മുട്ടായി എപ്പോഴെങ്കിലും കഴിച്ചിരിക്കുന്നു. എനിക്ക് ഇതെന്തോ ഇഷ്ടമാണ്, ഭയങ്കര ഒരു അഡിക്റ്റാണ് ഞാൻ ഇതിൽ. എല്ലാവരും ഈ മിൽക്കി ബാർ, ഡയറി മിൽക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പറയാം ചോക്കിട്ടോ എന്നാ. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഓവർ ഷുഗർ അല്ല, ഭയങ്കര മൈൽഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. പിന്നെ പിറ്റേ ദിവസം ഇടാനുള്ള ഷോർട്സും കൂടെ റെക്കോർഡ് ചെയ്ത് വെച്ച് പിന്നെ ടു ഡു ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്ത് പിന്നെ ജേണൽ സീരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഷോർട്ട് ആൻഡ് സിമ്പിൾ അല്ലേ, അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാം. പറയണേ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ഒക്കെ ചെയ്യാം. അപ്പോൾ ബൈ.